ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ ചാനൽ ത്രൂ പരിചയപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡ്രോ ആണ് എമറേസ്റ്റോയുടെ പിക്ക് വൺ. ഈ ഒരു ഡ്രോയിൽ ഡെയിലി ആണ് വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുക. 2 ലക്ഷം ദിർഹം വരെ ഡെയിലി വിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. ടിക്കറ്റ് പ്രൈസ് വെറും 5 ദിർഹമാണ്. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ആ ഒരു വീഡിയോ കണ്ട് പിക്ക് വണ്ണിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ ഏപ്രിൽ 8-ാം തീയതി മുതൽ ഏപ്രിൽ 11-ാം തീയതി വരെ വിൻ ചെയ്തിട്ടുള്ള വിന്നേഴ്സിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ ഏപ്രിൽ 12-ാം തീയതി മുതൽ 14-ാം തീയതി വരെ പിക്ക് വൺ ഡ്രോയിൽ ആരാണ് വിൻ ചെയ്തതെന്നാണ് വീഡിയോയിൽ പറയുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് ആദ്യം ഏപ്രിൽ 12-ാം തീയതി പിക്ക് വൺ സെലക്ട് ചെയ്തിട്ടുള്ള നമ്പർ ഏതാണെന്ന് നോക്കാം. ഏപ്രിൽ 12-ാം തീയതി പിക്ക് വൺ സെലക്ട് ചെയ്തിട്ടുള്ള നമ്പർ 34 ആണ്. 1 മുതൽ 36 നമ്പറിനിടയിലുള്ള ഒരൊറ്റ നമ്പറാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. പിക്ക് വണ്ണും ഒരു നമ്പറാണ് സെലക്ട് ചെയ്യുക. ആ നമ്പറും ഈ നമ്പറും മാച്ച് ആവുകയാണെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ടിക്കറ്റ് പ്രൈസിന്റെ മൾട്ടിപ്പിൾ 20 ആണ് നിങ്ങൾക്ക് ലഭിക്കുക. 2000 ടിക്കറ്റ് വരെ ഒരുമിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ നിങ്ങൾ 2000 ടിക്കറ്റ് പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ നമ്പർ മാച്ച് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ലക്ഷം ദിർഹം വിൻ ചെയ്യാൻ പറ്റും. നാട്ടിലെ 44 ലക്ഷത്തിന് മുകളിലാണ്. അപ്പൊ ഏപ്രിൽ 12-ാം തീയതി 34 നമ്പർ സെലക്ട് ചെയ്തിട്ടുള്ള എല്ലാവരും വിൻ ചെയ്തിട്ടുണ്ട്. അന്ന് ആകെ 93 വിന്നേഴ്സ് ആണ് ഉണ്ടായിട്ടുള്ളത്. വിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും കൂടി 12,200 ദിർഹമാണ് ലഭിച്ചിട്ടുള്ളത്. ഇനി ഏപ്രിൽ 13-ാം തീയതി പിക്ക് വൺ സെലക്ട് ചെയ്തിട്ടുള്ള നമ്പർ നോക്കാം. ആ ഒരു നമ്പർ 6 ആണ്. അന്ന് വിൻ ചെയ്തിട്ടുള്ള ടോട്ടൽ വിന്നേഴ്സ് 113 ആണ്. എല്ലാവർക്കും കൂടി ലഭിച്ചിട്ടുള്ള എമൗണ്ട് 21,800 ദിർഹമാണ്. ഇനി ഏപ്രിൽ 14-ാം തീയതി പിക്ക് വൺ ഡ്രോയിൽ വിൻ ചെയ്തിട്ടുള്ള നമ്പർ ആണ്. പിക്ക് വൺ സെലക്ട് ചെയ്തിട്ടുള്ള നമ്പർ 11 ആണ്. ടോട്ടൽ വിന്നേഴ്സ് 167 ആണ്. എല്ലാവർക്കും കൂടി ലഭിച്ചിട്ടുള്ള എമൗണ്ട് 31,900 ആണ്. അപ്പൊ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും കാറ്റഗറികളിൽ വിൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കി ഉറപ്പ് വരുത്തുക. ഒരിക്കൽ കൂടി പറയാണ്, പിക്ക് വണ്ണിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിലുള്ള വീഡിയോ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതോടൊപ്പം തന്നെ എമറേസ്റ്റോയുടെ മെഗാ 7 EC6 ഫാസ്റ്റ് 5 ഡ്രോയിൽ എങ്ങനെയാണ് ഓൺലൈൻ ത്രൂ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തിരിക്കാൻ പർച്ചേസ് ചെയ്യാന്നുള്ളതിന്റെ വീഡിയോസും എന്റെ ചാനൽ അവൈലബിൾ ആണ്. ജസ്റ്റ് വീഡിയോസിൽ വന്നൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളെ സപ്പോർട്ട് അറിയിക്കുക. അടുത്ത വീഡിയോ കാണും വരെ ബൈ.